മലയാളം അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കാം. ആദ്യം നമുക്ക് പാ എഴുതാൻ പഠിക്കാം. പാ എഴുതുമ്പം താഴത്തെ ലൈൻ ടച്ച് ചെയ്തിട്ട് മുകൾ ലൈൻ ടച്ച് ചെയ്യാതെ ഒരു കുഞ്ഞ് റാ വരയ്ക്കാം. അതിനുശേഷം താഴത്തെ ലൈനിലൊരു കുറച്ച് വലിയൊരു ലൈന് വരയ്ക്കാം. പിന്നെ നമ്മൾ മുകളിലത്തെ ലൈനിലേക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കാം. അക്ഷരം ഏതാണ്? പാ. ഒരു ചെറിയൊരു റാ വരയ്ക്കുക, ലൈന് വരയ്ക്കുക, മുകളിൽ ടച്ച് ചെയ്യുക. പ. ഓക്കെ, അക്ഷരം ഏതാണ്? പ. വാ പോലെയാണ്, പക്ഷേ വായ്ക്കുള്ള അത്രയും വലിയ എന്ത് വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റാ വരയ്ക്കേണ്ട. ഇവിടെ ഒരു കുഞ്ഞ് റാ വരയ്ക്കുക, ലൈന് കുറച്ചും കൂടെ വലിയ ലൈന് വരയ്ക്കുക, നമ്മൾ മുകളിൽ ടച്ച് ചെയ്യുക. പ പ പ. അപ്പം നമ്മൾ പാ പഠിച്ചു. അടുത്തത് നമുക്ക് മാ പഠിക്കാം. മാ എഴുതുമ്പം നമ്മൾ താഴത്തെ ലൈനിൽ തന്നെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് റാ പോലെ വരിക. പക്ഷെ മുകളിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എവിടെയാണോ തുടങ്ങിയത് ആ പോയിന്റ് തന്നെ നമ്മൾ എത്തിക്കുക. എന്നിട്ട് നമ്മളൊരു ലൈന് വരയ്ക്കുക, മുകളിലോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ. മാ. അക്ഷരം ഏതാണ്? മാ. എളുപ്പമല്ലേ? നമ്മൾ റാ പോലെ വന്നിട്ട് തുടങ്ങിയ പോയിന്റ് തന്നെ വരിക, പിന്നെ ലൈന് വരയ്ക്കുക, മുകളിലോട്ട് ജോയിൻ ചെയ്യുക. മാ മാ. പറഞ്ഞെഴുതണേ. മാ മാ മാ. അപ്പം നമ്മൾ മാ പഠിച്ചു. അടുത്തത് നമുക്ക് ഴ പഠിക്കാം. ഴ നമ്മൾ തുടങ്ങുന്നത് മുകളിലത്തെ ലൈനിൽ നിന്നാണ് കേട്ടോ. മുകളിലത്തെ ലൈനിൽ നിന്ന് കുറച്ച് താഴോട്ട് വന്ന് വീണ്ടും മുകളിലത്തെ ലൈന് തൊടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ താഴേക്ക് വന്നിട്ട് താഴത്തെ ലൈന് തൊടണം. ഓക്കെ. അക്ഷരം ഏതാണ്? ഴ. ഴ. മുകളിലത്തെ ലൈനിൽ ഒരു കർവ് വരയ്ക്കുക, അതിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് നമ്മൾ താഴത്തെ ലൈന് ടച്ച് ചെയ്യാം. ഴ. ഇതാ ലൈനിൻ്റെ ഉള്ളിൽ തന്നെ വരണം കേട്ടോ. നമ്മൾ ലൈനിൻ്റെ താഴോട്ടേക്ക് അത് വരാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ഴ ഴ. അടുത്തത് ല എഴുതാം. ല നമ്മൾ തുടങ്ങുന്നത് രണ്ട് ലൈനിൻ്റെയും നടുവിൽ നിന്നാണ് കേട്ടോ. അവിടുന്ന് നമ്മളൊരു ചെറിയൊരു വര വരയ്ക്കുക. എന്നിട്ട് മുകളിലത്തെ ലൈന് തൊട്ട് താഴോട്ട് വന്ന് ലൈന് തൊടുക. എന്നിട്ട് അവിടെ ഒരു കുറച്ചും കൂടെ വലിയൊരു വര വരയ്ക്കുക. എന്നിട്ട് നമ്മൾ മുകളിലത്തെ ലൈനിലേക്ക് ജോയിൻ ചെയ്യാം. ഇതാണ് ല. രണ്ട് ലൈനിൻ്റെയും നടുവിൽ നിന്ന് നമ്മൾ ലൈന് വരയ്ക്കുക. എന്നിട്ട് മുകളിലത്തെ ലൈൻ ടച്ച് ചെയ്യുക. എന്നിട്ട് നേരെ താഴോട്ട് വന്ന് താഴത്തെ ലൈൻ ടച്ച് ചെയ്തതിന് ശേഷം ഒരു വലിയൊരു ലൈന് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ മുകളിലത്തെ ലൈനിലേക്ക് ടച്ച് ചെയ്യുക. അക്ഷരം ഏതാണ്? ല. പറഞ്ഞെഴുതണേ. ല ല ല ല. അപ്പം നമ്മൾ ല പഠിച്ചു. അടുത്തത് നമുക്ക് ള എന്ന അക്ഷരം എഴുതാം. ള നമ്മൾ തുടങ്ങുന്നത് രണ്ട് ലൈനിൻ്റെയും നടുവിൽ നിന്നാണ്. അവിടെ ഒരു കുഞ്ഞൊരു സർക്കിൾ വരച്ചിട്ട് മുകളിലത്തെ ലൈൻ ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് കർവ് നമ്മൾ മൂന്നല്ല എഴുതുന്നില്ലേ, അതുപോലെ അതിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്ത് എഴുതുക. പിന്നെ നമ്മൾ താഴോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക, നീട്ടി വരയ്ക്കുക. ഓക്കെ. അക്ഷരം ഏതാണ്? ള. പറഞ്ഞെഴുതുക. ള ള ള ള ള ള ള. അപ്പം അക്ഷരങ്ങളൊക്കെ പറഞ്ഞ് എഴുതി പഠിക്കുക.